ഹായ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് അട്ടപ്പാടിയിലെ നരസിമുക്ക് ഊരിലാണ് കേട്ടോ. ഒരു മലയുടെ മുകളിലാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു പരിപാടി നടക്കുന്നുണ്ട്. കമ്പളം എന്നാണ് അതിൻ്റെ പേര്. ഇത് അച്ചൂട്ടി എൻ്റെ കൂടെ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ട്രൈബ്സ് ഉണ്ടല്ലോ, അവർ എൻ്റെ പുറകെ കാണുന്ന ഈ പാടുണ്ടല്ലോ, ഈ പാടത്ത് ഇങ്ങനെ ഈ മില്ലറ്റ്സ് അത് വിതയ്ക്കും. അപ്പോൾ ആദ്യമായിട്ട് വിതയ്ക്കുമ്പോൾ അവരുടെ ഒരു ഉത്സവം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാണ് കമ്പളം എന്നുള്ള പരിപാടിയിൽ തുടങ്ങുന്നത്. ഇപ്പം ഇന്ന് കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ. അതാ അതിൽ മിക്കാലും ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അതായത് ജില്ലാ കലക്ടറൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അച്ചൂട്ടി ഇന്നെൻ്റെ കൂടെ വന്നു അല്ലേ അച്ചു? അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ കൃഷി വകുപ്പും പിന്നെ അറ്റ്ഫാമുണ്ട്, അറ്റ്ഫാമും കൂടിയും ചേർന്ന് നടക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ കാണിക്കാം കേട്ടോ. ഈ പാടത്താട്ടോ വിത്തൊക്കെ വിതയ്ക്കുക. അതായത് ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇവർ ഒരു ചടങ്ങോട് കൂടിയിട്ട് അവരുടെ അടുത്തൊരു ആയുധമുണ്ട്, കൈക്കോട്ട്, അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊത്തി വരും. അപ്പം മണ്ണൊക്കെ ഇളകും, എന്നിട്ട് വിത്ത് പാകും. അതൊരു ഫോട്ടോ ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ കാണിക്കാം. അപ്പം നമ്മൾ നിൽക്കണതിൻ്റെ ഒരു വ്യൂ കാണിക്കാം കേട്ടോ. ഞാൻ മലയുടെ താഴെ, ഇത് വേറൊരു കുന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, കണ്ടോ? ആ മുന്നിൽ കാണുന്ന മലയുടെ അപ്പുറത്താണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. അതായത് അഗളി ഒരു റിസോർട്ടൊക്കെ അവിടെ കാണാം. അതിൻ്റെ ബാക്ക് വാശാണിത്. ഫ്രണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് കാണാം. പൂജയൊക്കെ നടത്തിയിട്ടാണ് ഇവിടെ വിത്ത് വിതയ്ക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ കേട്ടോ. അത് എന്താ ഏതോന്നും ചോദിച്ചാൽ എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. ഇത് ആദ്യം വിതയ്ക്കേണ്ട വിത്താണ് അപ്പൊ എന്റെ കൂടെ നിൽക്കുന്നത് നമ്മുടെ അറ്റ്ഫാമിന്റെ CEO ആണ്, പേര് സുകന്യ. അപ്പൊ ഈ കമ്പളം എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്കല്ലേ ശരിക്കും പറഞ്ഞുതരാൻ അറിയാത്തത്. അപ്പൊ ഇവൾക്ക് അതിനെ കുറച്ചൊക്കെ അറിയാട്ടോ. അവള് കുറച്ചൊക്കെ പറഞ്ഞുതരും. എനിക്ക് അറിയാവുന്നത് പറഞ്ഞോ. കമ്പളം എന്ന് പറയുന്നത് നമ്മുടെ ആദിവാസികളുടെ വിത്തിടൽ ഉത്സവത്തിനെയാണ് കമ്പളം എന്ന് പറയുന്നത്. അവരത് ഒരു പൂജയൊക്കെ ചെയ്തിട്ട്, ഊരുമുഖം പൂജയൊക്കെ ചെയ്ത് മണ്ണൂക്കാരൻ ആണ് വിത്തിടാൻ ചെയ്യാറ്. മണ്ണൂക്കാരൻ കർഷകൻ. മണ്ണൂക്കാരാണ് കർഷകൻ. ആ ഭൂമി ആരുടെയാണോ ആളാണ് മണ്ണൂക്കാരൻ. ആളാണ് വിത്തിടലൊക്കെ ചെയ്യാറ്. അത് ഒരു അവരുടെ തനതായ പരമ്പരാഗത രീതിയിലൊക്കെ ചെയ്തിട്ട് അവര് കൊട്ടും പാട്ടൊക്കെ ആയിട്ട് ഭയങ്കര ഉത്സവമായിട്ടാണ് കമ്പളം നടത്തി വരുന്നത്. ഇപ്രാവശ്യം കമ്പളം നമ്മുടെ അച്ഛാമ ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് ചേർന്ന്, അതായത് AD വകുപ്പുമായിട്ടും കൂടെ ഒരുമിച്ച് കൂടിയിട്ടാണ് ഈ കമ്പളം നരസിമുക്ക് ഊരിൽ നടത്തി വരുന്നത്. അപ്പൊ നമുക്ക് വഴിയെ കാണാം. ഇതാണ് നമ്മുടെ അട്ടപ്പാടിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ, അഗളി അസിസ്റ്റന്റ് ഡയറക്ടറാണ് ദീപ മാഡം. ഇത് കൃഷി ഓഫീസറെ ഷോളയൂരത്തെ. ഇവർ രണ്ടുപേരാണ് ഇപ്പൊ കൃഷി വകുപ്പ് ഭരിക്കാൻ അട്ടപ്പാടിയിലുള്ളൂ, വേറെ ആരും ഇല്ല. നമുക്ക് കുറവാണ്, ഇപ്പൊ സ്റ്റാഫ് കുറവാണ്. നമ്മുടെ അറ്റ്ഫാമിന്റെ ചെയർമാനാണ് ഇത് കേട്ടോ, VC രംഗസ്വാമി ചേട്ടൻ അല്ലേ? കാണിച്ചു കൊടുക്കാം കേട്ടോ. എന്തുഞ്ഞാ ക്ഷീണിച്ചാ? തിരിഞ്ഞു നോക്കുന്നില്ല. കമ്പളത്തിന് കൂടാൻ വന്ന ഊരുനിവാസികളാട്ടോ അതെല്ലാം. വിത്തുകളാട്ടോ ഈ കാണുന്നത്. ഇത് പൊരിച്ചീര, പിന്നെ പനിവരക്, അങ്ങനെ കുറെ എണ്ണുണ്ട്. ഇതെല്ലാം വിത്തുകളാണ്. ഇത് വിത്തല്ല, ഞാൻ നേരത്തെ കാണിച്ചതാണ് വിത്ത്. ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങളാട്ടോ. പേരൊക്കെ അത് തന്നെ എഴുതിയിട്ടുണ്ട്. ആഷ്ലി അറ്റൻഡൻസാ? ആ.
അപ്പൊ ഇവരുടെ കുറച്ച് വാദ്യോപകരണങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ആദ്യം പരിപാടി തുടങ്ങിയിട്ടില്ല, അതിന്റെ മുന്നേ ഞാൻ അവരോട് പോയി ചോദിച്ചാണ്. അപ്പൊ ഒരു അടുത്തോളാൻ പറഞ്ഞു, കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഒന്ന്, സൂപ്പർ. ഇതാണ് വേറൊന്ന്, എന്താണ് പറ അല്ലേ? ഇതിന് പറയാന്ന് പറഞ്ഞു ചേട്ടൻ. പിന്നെ ഇത് ദവിൽ. ഓക്കെ. അപ്പൊ ഇനി കൊട്ടുമ്പോ കാണാം കേട്ടോ. ചായ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതിൽ ചായയാണ്. ഇത് മില്ലറ്റ് ബിസ്ക്കറ്റാണ്. ഇത് രണ്ടുമാണ് ഇന്നുള്ളത്. അല്ലെങ്കിൽ വേറെ കുറച്ച് ഐറ്റംസും കൂടി ഉണ്ടാവാറുണ്ട്. കുറച്ച് ചെറിയൊരു പരിപാടിയല്ലേ, അത്ര വലിയ പരിപാടിയായിട്ടൊന്നും ഇല്ല കേട്ടോ. ഇതാണ് നമ്മുടെ നരസിമുക്ക് ഊരുമൂപ്പൻ. പേരെന്താ മൂപ്പ? മരുതമൂപ്പൻ. ഓക്കെ. ഇത് മൂപ്പന്റെ സ്ഥലാണോ? അപ്പുറത്താ? വീടോ? ഊരില്. ഓക്കെ. ഊരില്. മുടുക ഭാഷയാണ് നമ്മൾ ഈ കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ അവരറിയാതെ വീഡിയോ എടുത്തുകൊണ്ട് പോവാണ്. കേട്ടോട്ടോ അവര് പറയണേ. ഹായ് ഹായ് ചൊല്ലിരു. ഓ ഹായ്. കമ്പളത്തിൽ അതന്നെ ആടി പാടി അപ്പൊ ഇത് കാടക്ക് കെട്ടി விதை போட்டு நான் நல்லா பண்ணகாக்குது நான் இதுக்கு வந்திருக்காது. ഇത് മുടുക ഭാഷ അല്ലേ? അല്ല ഉരുള ഭാഷ. ഇരുള ഭാഷ. ഓ അവിടെ ആരോ മുടുക ഭാഷ പറഞ്ഞു. അപ്പൊ ഞാൻ വേറെ പറയും. അപ്പൊ നാം ഇത് ഉരുളേറെ പാർട്ടി കാട് കൊത്തുക വന്നിരിക്കാது, കമ്പളാക്ക് വന്നിരിക്കും. ഓക്കെ. നല്ല സാറുമാരെന്ന് പറയും. നല്ല നാമ ഇതിലെ കമ്പള വിട്ട് ആടി പാടി അപ്പ ഇതിലെ നമ്മ തെളുത്ത് ഉണ്ടാക്കാക്ക് വിதை പോടുവാക്ക് വന്നിരിക്കാது നാമ. ഓക്കെ, താങ്ക് യു. ഒരു തിരുത്തിട്ടോ അവള് കേട്ടത് മുടുക ഭാഷയല്ല ഇരുള ഭാഷ കേട്ടോ അവള് കേട്ടത്. ഞാൻ അതിൽ ആദ്യം അറിയാതെ മുടുക ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറെ ആരുമാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ അവരോട് നേരിട്ട് പോയി ചോദിച്ചപ്പോഴാണ് ഇത് മുടുക ഭാഷയല്ല ഇരുളയാണെന്ന് പറഞ്ഞത് കേട്ടോ. പൂജ തുടങ്ങാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഊരുമൂപ്പനാണ് പൂജയൊക്കെ കഴിക്കണത്. அதுக்கு நேசரிவா போகணும். புட்டுன்னு வரணும். இதெல்லாம் போச்சுனாதே தேங்காய் பொட்டு 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 கொடுக்க மூணு சீத்துக்கே தீர்ந்தது. மணியே காணே ஆளை மேலே வாங்க மாட்டேன் வாங்க மாட்டேன்.
ಒಣಕ್ಕೆ ಬೇಕಿದ್ದು ಉಳಿಸ್ತದೆ ಟೀ ಕುಡಿತಿರ್ಬೋ ಏನು ಹಾಕೋ ಒಣವೆಂದ ನೀ ಕೊಡ್ತೀನಿ தோட்டக்குள்ளே போங்க அதுக்குள்ளே போடுறோம் மூணு போதும் மூணு வீச்சா மதி மதி சேர்க்காது 4 வச்சு ಮೂರು ಕರೆ ಆಜಮೆ ನೋಡ್ರಿ ಇದು ಕರೆ ತಗೊಂಡು கத்தி 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 கும்பிடுங்க பாய் பாய்
ഇവിടുന്ന് നടന്ന ഒരു പറമ്പിൻ്റെ അറ്റത്തെത്തിയിട്ടാ. ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ആക്കിയത്. വലിയൊരു നിര ആയതുകൊണ്ട് തന്നെ ഇനി ഇത് അപ്പുറത്തെ ഭാഗം കൂടിയും ചെയ്യാനുണ്ട്. അപ്പോൾ തിരിഞ്ഞ് വരുമായിരിക്കും. അപ്പം എല്ലാവരും കൂടി ഇവിടെ അറ്റത്തെത്തി. അപ്പം ഇതാണ് കമ്പളം എന്ന് പറഞ്ഞ പരിപാടി. നമുക്ക് കുറച്ച് നേരം അവരുടെ സംസാരം കേട്ട് നോക്കാം കേട്ടോ. അതെ ഇവിടെ തന്നെ ഇല്ല, സൂപ്പറായി. ആദിവാസിന്റെ കൃഷി ചെയ്യണത് ഇങ്ങനെ തന്നെ കമ്പളം ഇങ്ങനെ തന്നെ മൂപ്പൻ പൂജ ചെയ്യും. പൂജ ചെയ്യും. ഞാന് പൂജ ചെയ്യും. ആദിവാസിന്റെ കൃഷികൾ ചെയ്യണത് ഇങ്ങനെ തന്നെ പണ്ട് തൊട്ട് ഇങ്ങനെ ചെയ്യും. ശരി. ഞങ്ങൾക്കൊക്കെ ഇത് ആദ്യത്തെ കാഴ്ചയില്ല. ആദ്യത്തെ അല്ല, ഞാൻ വന്ന് 2 വർഷമായി. അപ്പൊ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു 1 വർഷം മുന്നേ. പിന്നെ ഇപ്പൊ 2ാം പ്രാവശ്യം പണ്ട് തൊട്ട് അങ്ങനെ ചെയ്യും. മുത്തച്ഛ അങ്ങനെ തലമുറകളായിട്ട് ഇല്ല, സൂപ്പറാ, നല്ലതാ. ഞങ്ങൾക്കൊക്കെ ഇത് ആദ്യത്തെ കാഴ്ചയല്ലേ. അപ്പുറത്തെ ഭാഗത്തേക്ക് ഒരു കൊത്തിയിട്ട് വരിക കേട്ടോ. ഓർക്ക് വേണ്ടിയിട്ടാണ് വിതയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്സവങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. ഇനി വിളവെടുപ്പിന് വേറൊന്നും കൂടി ഉണ്ട് കേട്ടോ. വേറൊരു ഉത്സവമായിട്ടാണ് ഇവർ വിളവെടുപ്പ് നടത്തുക. അപ്പോൾ അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പറ്റുവാണെങ്കിൽ വല്ലപ്പോഴും നമുക്ക് വന്ന് കാണാം അല്ലേ. ഞാനിവിടെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് 3 കുട്ടിക്കൂട്ടം എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ പേര്? സുചിത്ര. മോളെ എത്രയില പഠിക്കുന്നേ? 2ലാണോ മോളോ? എന്താ? ഹരിണി. പേര് എത്രയില പഠിക്കുന്നേ? 3. ഈ കുഞ്ഞോ? മോളും ഹരിണിയാണോ? 2 ഹരിണി. ഏത് സ്കൂളിലാ? അഗളി സ്കൂളിലാ. ഇന്ന് പോയില്ല? ഇന്നില്ലല്ലേ? ഇന്ന് സ്കൂളില്ല. അപ്പൊ ടാറ്റ. ഹായ്, എന്താ പേര്? ഓം പ്രകാശ്. ഏത് സ്കൂളിലാ? അഗളി സ്കൂളിലാ. എത്രാം ക്ലാസ്സിലെ കുഞ്ഞ്? 5ാം ക്ലാസ്സിലാ. ഓക്കെ, ടാറ്റ. അപ്പം ഇതാണ് കമ്പളം പരിപാടി കേട്ടോ. അപ്പം എല്ലാവരും ഇനി ചായ കുടിച്ച് പിരിയാൻ നിൽക്കുകയാണ്. നമ്മൾ തിരിച്ച് ഓഫീസിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പം ഈ പരിപാടിയൊക്കെ അട്ടപ്പാടിയിലല്ലേ കാണുള്ളൂ, വേറെ എവിടെയും കാണില്ലല്ലോ. അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. 2 കൊല്ലം മുന്നേ നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കന്ന് എടുക്കാനും ശരിക്കും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ആ ഒരു ചമ്മലും നാണക്കേടൊക്കെ മാറിയിട്ട് എടുക്കാനൊക്കെ പഠിച്ചത്. അപ്പോൾ എന്നാലും വലിയ ക്ലാരിറ്റിയും ക്ലിയറൊന്നും അല്ല. എനിക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രൊഫഷണലായിട്ടൊന്നും ചെയ്യാൻ എനിക്കും അറിയില്ലല്ലോ. അപ്പോൾ പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.